ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ വല്ലാത്തൊരു പേടി മനസ്സിലേക്ക് കയറി വരിക. എന്താണ് നടക്കാൻ പോകുന്നത് പോലും അറിയുന്നില്ല. നെഞ്ചിന് ഭാരം തോന്നുന്ന പോലെ അനുഭവപ്പെടുന്നു. ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. വല്ലാത്തൊരു ഭയപ്പാടുണ്ടാവുന്ന ആൾക്ക്. പെട്ടെന്ന് ആൾ വിചാരിച്ചത് ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ പോവുകയാണോ, എന്താ സംഭവിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. എന്നാൽ ഒരു 10-15 മിനിറ്റിന് ശേഷം ആ ഒരു വലിയ ടെൻഷൻ്റെ ശേഷം റിലാക്സ്ഡായി സാധാരണ പോലെ തന്നെ ആകുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആൾക്ക് മനസ്സിലായില്ല. ഇതിനുശേഷം ബസ്സിൽ കയറുക എന്ന് പറയുന്നത് ആൾക്ക് വലിയ പേടിയുള്ള കാര്യമായി. കാരണം ഇനിയും അങ്ങനെ സംഭവിച്ചാലോ, എപ്പോഴും ഒരു പേടിയാണ്. എന്താ സംഭവിക്കുന്നത് അറിയില്ല. നമ്മൾ മരിക്കാൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത്ര ഒരു വല്ലാത്ത ഭീകരാവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ ഇനി അടുത്ത നിമിഷം ഇല്ലയെന്ന് തോന്നിയാൽ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത്? അങ്ങനെയാണ് പാനിക് അറ്റാക്കിനെ പറ്റി ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പാനിക് അറ്റാക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പല ആൾക്കാരും പറയാറുണ്ട്, അവർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് അവർ കുട്ടീനെ സ്കൂളിൽ വിടാനായിട്ട് പോകുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത്, അങ്ങനെ പല സമയത്തും എന്താണെന്ന് കാര്യം അറിയാത്ത വല്ലാത്തൊരു പേടി വരികയും മരിക്കാൻ പോവാണെന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥ. ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തെറ്റിദ്ധരിച്ച് പല ആൾക്കാരും ആശുപത്രിയിലേക്ക് പോകാറുണ്ട്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ല എന്നറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വരുന്നു. പക്ഷേ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് അനുഭവപ്പെടാം. ഇതിപ്പോൾ എപ്പോഴാണോ ഇത് അനുഭവപ്പെട്ടത് ആ ഒരു സാഹചര്യത്തെ വല്ലാതെ പേടിച്ച് പോവുക. ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത് അനുഭവപ്പെട്ടെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങാനായിട്ട് പേടി വരിക. അല്ലെങ്കിൽ യാത്ര ചെയ്തപ്പോഴാണ് ഇത് അനുഭവപ്പെട്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ വീട്ടിൽ തന്നെ ആയി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ പാനിക് അറ്റാക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരുപാട് ആശങ്കകളും പേടികളും ഒക്കെ ചിലപ്പോൾ ചെറുപ്പകാലം തൊട്ടേ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ നമുക്കുണ്ടായിരിക്കും. നമുക്കൊരു സ്വയം വിലയില്ലാതായി പോയ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ ആൻസൈറ്റിയും നമ്മുടെ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു വിലയില്ലായ്മയൊക്കെ തന്നെ വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള പോലെ വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെടുന്ന അവസ്ഥ. പാനിക് അറ്റാക്ക് പോലെ തന്നെ സിമിലറായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. നമുക്കിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒരുപാട് അസുഖങ്ങൾ വന്നു തുടങ്ങും. ഉദാഹരണത്തിന് നിർത്താതെ, അതായത് മാറാതെ തലവേദന വരിക, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, ബോഡി പെയിൻ അനുഭവപ്പെടുക. നമ്മളിത് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അവസ്ഥ അനുഭവപ്പെടുക. ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടേഴ്സ് നമ്മളോട് പറയും ഇത് സ്ട്രെസ്സ് കൊണ്ടായിരിക്കും, കാരണം ഞങ്ങൾ എല്ലാ രീതിയിലും നോക്കിയിട്ടും ഇത് മാറ്റങ്ങൾ വരുന്നില്ല, അപ്പോൾ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാൻ പറയും. പക്ഷെ അത് പറയുമ്പോൾ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും പല ആൾക്കാർക്കും ഒരു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ പലരും അതിനെ നെഗറ്റീവായിട്ട് ഇപ്പോഴും കാണുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മളിത് സ്ട്രെസ്സ് കൊണ്ടാണെന്നുള്ളത് അംഗീകരിക്കുകയും അതിനു വേണ്ടിയിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ നല്ല ചേഞ്ചസ് വരുത്തിയാൽ മാത്രമായിരിക്കും ഈ പാനിക് അറ്റാക്ക് പോലെ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന ശരീരത്തുണ്ടാകുന്ന രോഗാവസ്ഥകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക. അപ്പോൾ റിലാക്സേഷൻ എക്സസൈസ്, നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അത് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും ആദ്യം തന്നെ ഇത് സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്നതാണ്, എനിക്ക് സ്ട്രെസ് ഉണ്ട്, ഞാനിത് മാറ്റിയെടുക്കണം എന്നുള്ളൊരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫേസിലേക്ക് നമ്മൾ മാറണം. അതിനുശേഷം റിലാക്സേഷൻ എക്സസൈസ് ചെയ്യുക. നമ്മൾ പേടിച്ച് മാറി നിൽക്കാതെ നമുക്ക് പേടി ഉണ്ടാക്കിയിട്ടുള്ള സന്ദർഭത്തിലേക്ക് നമ്മൾ വീണ്ടും പോവുകയും നമ്മളൊരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് ഇതുപോലെയുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം.